ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും ക്രിസ്മസ് ഒക്കെ എങ്ങനെയാ അടിപൊളിയൊക്കെ ആക്കിയോ? ബ്ലാസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോ ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, ഇനിയിപ്പൊ എല്ലാവരും ന്യൂ ഇയറിന്റെ പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും അല്ലെ, എങ്ങനെയാണ് ന്യൂ ഇയർ അടിപൊളിയാക്കേണ്ടതെന്നൊക്കെ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് അത്ര വലിയ രീതിയിലൊന്നും നമ്മൾ അടിപൊളിയാക്കിയില്ല. എന്താ പറയാ, ഏട്ടൻ ഇവിടെ അല്ലായിരുന്നു, ഏട്ടൻ മലക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും അടിപൊളിയാക്കാൻ പറ്റിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു അങ്ങനെ. അപ്പോ ഇനിയിപ്പോ ന്യൂ ഇയർ വരാനായല്ലോ, അപ്പൊ ന്യൂ ഇയർ നമുക്ക് അടിപൊളിയാക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് തമ്മിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോ ഒരു 2 മാസം അടുപ്പിച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത്. അപ്പൊ ഞാൻ ഒട്ടും വലിച്ചു നിൽക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ബിഫോർ ദാറ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ എന്റെ പേര് ആതിര എന്നാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ ബാക്കിൽ കോണ്ടാക്ട്സിലാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ലോറിയൽ പാരീസിന്റെ ടോട്ടൽ റിപ്പയർ ഫയൽ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. നല്ല അടിപൊളി, നല്ല യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി കേട്ടോ. അപ്പൊ ഞാൻ കുറെ ഇതിന്റെ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കുറെ യൂസ് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ പറയാ. അപ്പൊ ആണല്ലോ അതിന്റെ നല്ലത് ഏത് ചീത്ത ഏത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞത് ലോറിയൽ പാരീസിന്റെ ടോട്ടൽ റിപ്പയർ 5 ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. അതിന്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യം വരുന്നുണ്ട് കേട്ടോ അതിന്റെ പേരിൽ തന്നെ. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വേഗം വരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പാക്കറ്റ് വൈസ് നോക്കാം. ഇതിന്റെ ബോട്ടിൽ വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇത് ഷാംപൂവും ഇത് ഷാംപൂവും ഇത് കണ്ടീഷണർ ആണ്. ഷാംപൂ 82 ml കണ്ടീഷണർ 71 ml ആണ് കേട്ടോ. ഓക്കെ, 82 ml ഈ ഒരു ഷാംപൂവിന് 79 രൂപയാണ്. 71 ml ഈ ഒരു കണ്ടീഷണറിന് 99 രൂപയാണ് കേട്ടോ. ഇത് ചെറിയ ബോട്ടിലാണ്. ഇതിന്റെ വലിയ ബോട്ടിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇത് നമ്മുടെ പുറത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന്റെ വലിയ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ്, നമ്മൾ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും, നമുക്കിത് സ്യൂട്ടബിൾ ആവുമോ, പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാതിരുന്നത് വേസ്റ്റ് ആവൂലേ, അത്രയും പൈസ നമ്മളിത് പോയി നമ്മൾ ചിന്തിക്കല്ലോ. അതേപോലെ ഞാനും ചിന്തിച്ചു. അപ്പൊ അവിടെ ചെറിയ ബോട്ടിൽ ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു ആദ്യം ഈ ചെറിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വലുത് വാങ്ങിക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഞാനിത് ചെറുത് ബോട്ടിൽ വാങ്ങിച്ചിട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു വലുത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് ഈ ഒരു ഷാംപൂ വന്നിട്ട് നമ്മള് മാർക്കറ്റിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇറങ്ങിയിട്ട് അത് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, 5 പ്രോബ്ലംസ് 1 സൊല്യൂഷൻ. അതാണ് കേട്ടോ ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ. കാരണം 5 പ്രോബ്ലംസിന്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുടിക്കുണ്ടാവുന്ന 5 പ്രശ്നങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് പരിഹാരം ഉണ്ടാവുന്ന ഇവർ പറയുന്നത് കേട്ടോ. ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 5 പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വന്നത് സ്ട്രോ ലൈക്ക് ഹെയർ, പിന്നെ ബ്രിറ്റിൽ, ഡീഹൈഡ്രേറ്റഡ് ഹെയർ, സ്റ്റിഫ് ആൻഡ് സ്പ്ലിറ്റൻസ്. ഇങ്ങനത്തെ നമ്മൾ മുടിക്കുണ്ടാവുന്ന ഈ 5 പ്രശ്നങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവുന്ന കേട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ സ്ട്രോ ലൈക്ക്. ഞാൻ മെല്ലെ വേഗം പറഞ്ഞു തീർക്കാട്ടോ, ഒരുപാട് വരച്ചൊന്നും കിട്ടുന്നില്ല. സ്ട്രോ ലൈക്ക് ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മളെ വൈക്കോല് പോലത്തെ മുടി, നമ്മളെ കോലമുടി എന്നൊക്കെ നമ്മൾ പറയല്ലോ, അങ്ങനത്തെ മുടിയിൽ നമ്മൾ സ്ട്രോ ലൈക്ക് ഹെയർ എന്ന് പറയാം. ഒട്ടും മോയ്സ്ചർ ഉണ്ടാവില്ല. നമ്മൾ വൈക്കോല് കണ്ട ഒരു ഭയങ്കര ഉണങ്ങി പിടിച്ച പോലെയല്ല ഉണ്ടാവുക. അതേപോലെ നമ്മുടെ ഹെയറും അങ്ങനെ ഒരു ഒട്ടും മോയ്സ്ചർ ഇല്ലാണ്ട് ഭയങ്കര ഡ്രൈ ആയി കിടക്കുന്ന ഹെയറിനാണ് നമ്മൾ സ്ട്രോ ലൈക്ക് ഹെയർ എന്ന് പറയാം, കോലൻ മുടി. ഓക്കെ, അടുത്ത വന്നിട്ട് ബ്രിറ്റിൽ ഹെയർ ആണ്. ബ്രിറ്റിൽ ഹെയർ എന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയാ, ഒരു കോമ്പിനേഷൻ ഓഫ് ഡൾ, ഡ്രൈ, സ്പ്ലിറ്റൻസ്, ഇങ്ങനെയുള്ള ഹെയറിന് ഒരു കോമ്പിനേഷൻ ഉണ്ട് നമ്മൾ ബ്രിറ്റിൽ ഹെയർ എന്ന് പറയാം. ഒട്ടും എന്താ പറയാ, ഭയങ്കര ഒരു ഡള്ളായിട്ടുള്ള ഹെയർ ഉണ്ടാവില്ലേ, നമ്മളെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ എങ്ങനെയാ ഉണ്ടാവുക, അതേപോലെ തന്നെ നമ്മളെ അതേ ഒരു അവസ്ഥയിലുള്ള നമ്മളെ ഹെയർ എങ്ങനെയാ, അതാണ് ഈ ബ്രിറ്റിൽ ഹെയർ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഹെയറിന് ഒട്ടും കരുത്തുണ്ടാവില്ല, പെട്ടെന്ന് ബ്രേക്കേജ് വരാനും മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. അതാണ് ബ്രിറ്റിൽ ഹെയർ എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റഡ് ഹെയർ. നമുക്കറിയാം, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ സ്കിന്നിൽ നമ്മൾ വേണ്ടത്ര വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അതേപോലെ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ഗുണമാണോ അതേപോലെ തന്നെ ഗുണമാണ് നമ്മുടെ ഹെയറിനോ. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഹെയറിനും ആ ഒരു പ്രശ്നം ബാധിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നമാണ് അങ്ങനത്തെ ഹെയർ ആണ്. ഒട്ടും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ ഹെയർ പെട്ടെന്ന് തന്നെ ബ്രേക്കേജ് ഉണ്ടാകും, നമ്മുടെ മുടി പെട്ടെന്ന് നരച്ചു പോകും, മുടി കൊഴിച്ചിലുണ്ടാകും, പിന്നെ നമ്മുടെ തലയോട്ടുണ്ടാവില്ലേ, നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഭയങ്കര ഹീറ്റ് ആയിരിക്കും, നമുക്ക് തൊടുമ്പോൾ തന്നെ ഭയങ്കര ചൂടുള്ള വരെ തോന്നും. അങ്ങനത്തെ ഹെയറിനെയാണ് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഹെയർ എന്ന് പറയുന്നത് കേട്ടോ. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത്ര നമ്മളെ ഹെയറിനും നല്ലതാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കുറവ് മൂലം നമ്മളെ ഹെയറിനും അത് ബാധിക്കുന്നുണ്ട്. അതിനാണ് നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് ആയ ഹെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് സ്പ്ലിറ്റ് എൻഡ്. സ്പ്ലിറ്റ് എൻഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മുടിന്റെ അറ്റം പൊട്ടിയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്ന് കിടക്കുക, അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയാം. ഈ സ്പ്ലിറ്റ് എൻഡ്സ് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് അല്ലെ. എന്താ പറയാ, നമ്മുടെ ഒരുപാട് കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ടും ഇങ്ങനത്തെ സ്പ്ലിറ്റ് എൻഡ്സ് വരിക. പിന്നെ നമ്മൾ കിടക്കുമ്പോഴൊക്കെ മുടി കെട്ടി വെച്ചില്ലെങ്കിൽ നമ്മുടെ പില്ലോയിലൊക്കെ മുടി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞിട്ടൊക്കെ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ്. സ്പ്ലിറ്റ് എൻഡ്സ് വന്നാലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും വരുന്നതുകൊണ്ട് തന്നെ അറിയാം ഈ സ്പ്ലിറ്റ് എൻഡ്സ് എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് സ്പ്ലിറ്റ് എൻഡ്സ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റിഫ് ആയിട്ടുള്ള ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിന്റെ ക്യൂട്ടിക്കിൾസ് ഡാമേജ് ആവുന്നത് മൂലം ഉണ്ടാകുന്ന ഹെയർ ആണ് സ്റ്റിഫ് ആയിട്ടുള്ള ഹെയർ എന്ന് പറയുന്നത്. ക്യൂട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ ഔട്ടർ ലെയറിന്, നമ്മുടെ മുടിന്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ക്യൂട്ടിക്കിൾസ്. ഈ ക്യൂട്ടിക്കിൾസ് ഡാമേജ് ആവുന്നത് മൂലം നമ്മുടെ ഹെയർ ഒബ്വിയസ്ലി ഡാമേജ് ആവും അല്ലെ, അറിയാലോ. അങ്ങനത്തെ ഹെയറാണ് സ്റ്റിഫ് ഹെയർ. ഇങ്ങനത്തെ 5 പ്രോബ്ലംസിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് ഈ ഒരു ലോറിയൽ പാരീസിന്റെ ടോട്ടൽ റിപ്പയർ 5 ഷാംപൂ ആൻഡ് കണ്ടീഷണർ എന്ന് അവർ പറയുന്നത്. എനിക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര റിസൾട്ട് തോന്നിയിട്ടു. ഞാൻ ഫസ്റ്റ് യൂസിൽ എനിക്ക് എന്റെ മുടി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കെമിക്കൽ പ്രൊഡക്ട്സ് അല്ലേ, പ്രശ്നമായിരിക്കും. പിന്നെ രണ്ടാമത്തെ ദിവസം അങ്ങനെ യൂസ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് പറ്റിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടീഷണർ കഴുകി ഒഴിവാക്കിട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഹെയർ അത്ര വലിയ രീതിയിൽ ഒരു മാനേജ് ചെയ്യാതെ പോലെ നിന്നു. അപ്പൊ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, അത് പൊട്ട പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ശരിക്കും എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പൊ എനിക്ക് പറ്റിയൊരു അബദ്ധം വേറൊരാൾക്കും പറ്റരുത്. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേണം. അപ്പൊ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളൊരു കോയിൻ സയൻസ് എമൗണ്ടിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഷാമ്പു നമ്മൾ ഒരു കോയിൻ സയൻസിലാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ഷാമ്പു നമ്മൾ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒബ്വിയസ്ലി ഇതൊരു കെമിക്കൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ മുടിക്ക് പ്രശ്നം വരും കേട്ടോ. ഏതൊരു ഷാമ്പു ആയാലും നമ്മൾ ഡയല്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മളെ ഹെയറിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മളിത് ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരുപാടൊന്നും എടുക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരു കോയിൻ സൈസിൽ എടുക്കേണ്ടത്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് കഴുകി കളയാം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് കണ്ടീഷണർ ആണ്. കണ്ടീഷണർ നമ്മൾ അതേപോലെ കുറച്ചെടുത്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഹെയറിലുള്ള വെള്ളം നന്നായിട്ട് പോക്കുക. നന്നായിട്ട് പിഴിഞ്ഞ് പോക്കിയതിന് ശേഷം, ഒട്ടും വെറ്റ് ആവാത്ത രീതിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോക്കിയതിന് ശേഷം നമ്മൾ കണ്ടീഷണർ നമ്മളെ ഈ ലെങ്ത്തിലും എൻഡ്സിലും മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും സ്കാൽപ്പിലേക്ക് കൊണ്ടുപോകരുത്. കണ്ടീഷണർ നമ്മളെ ഹെയറിന്റെ ലെങ്ത്തിലും എൻഡിലും മാത്രമേ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മളെ എൻഡിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ആക്കിയിട്ട് ഒരു 1 to 2 minutes നമ്മളെ ഹെയറിൽ ആ കണ്ടീഷണർ ഇരുന്നോട്ടെ കേട്ടോ. എന്നാലേ ശരിക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വേഗം കഴുകി പോക്കിയാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടൂല. അപ്പൊ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇവിടേക്ക് ആക്കിയതിന് ശേഷം ഒരു 2 minute നമ്മുടെ ഹെയറിൽ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മളെ ഹെയർ നല്ല മാനേജബിൾ ആവും. മെയിൻലി നമ്മളെ ഹെയർ ഫ്രിസി ആയിട്ടുള്ള ഹെയർ നന്നായിട്ട് മാനേജ് ചെയ്തിട്ട് നല്ല ഷൈൻ ഉണ്ടാവും നമ്മളെ ഹെയറിന് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഒരു എന്താ പറയാ സംഭവം. യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞുതരാം. ഇത് ഷാമ്പൂന്റെ ഞാൻ കാണിച്ചുതരാം. ഷാമ്പൂന്റെ ഒരു വൈറ്റ് കളർ ആട്ടതാ, കണ്ടോ, കാണിച്ചുതരാം. കണ്ടോ, ഇതാണ് ഷാമ്പു. ഒരു വൈറ്റ് കളറിൽ വരുന്നതാണ് ഷാമ്പു വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷണർ ആണ്. കണ്ടീഷണറിന്റെ
കണ്ടോ ഒരു ക്രീമി കൺസിസ്റ്റൻസി കണ്ടോ, ഭയങ്കര ഒരു ഒഴുകി പോവാതെ ക്രീമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കണ്ടീഷണർ വരുന്നത്. നല്ല സ്മെല്ലാട്ടോ. ഇതൊരു കെമിക്കൽ പ്രൊഡക്റ്റ് ആകൊണ്ട് തന്നെ നല്ല കുത്തുന്ന സ്മെല്ലല്ല, നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ സ്മെല്ല്. നമ്മളെ ഹെയറിൽ അത് യൂസ് ചെയ്താലും 1 ഡേ കംപ്ലീറ്റ് അടുത്ത ദിവസവും ഒക്കെ നമ്മളെ ഹെയറിൽ ആ മുടിയിൽ ആ ഒരു മണം ഇങ്ങനെ തന്നെ നിൽക്കൂട്ടോ. നല്ല മുടിക്ക് നല്ലൊരു സ്മെല്ല് ഉണ്ടാകും. അതൊരു ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. അങ്ങനത്തെ പെട്ടെന്നുള്ള ലീക്കേജ് ഒന്നും ഉണ്ടാവൂല, കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോവാം. പിന്നെ ഇത് ഡെയിലി ബേസിൽ യൂസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഡെയിലി ബേസിൽ യൂസ് ചെയ്യാന്ന് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു കെമിക്കൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതായിരിക്കും നമ്മുടെ ഹെയറിന് നല്ലത് കേട്ടോ. പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ഷാമ്പു യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഹെയറിലുള്ള ജടയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിനു ശേഷം നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഏത് ഷാമ്പുവിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തലയിലുള്ള ജട ഒഴിവാക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി ഊരിപ്പോരുന്ന രീതിയിൽ നമുക്ക് തോന്നും കേട്ടോ. കാരണം നമ്മളിങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുമ്പോൾ ഒബ്വിയസ്ലി അത് ജടയിൽ പെട്ടിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഊരിപ്പോരും കേട്ടോ. അപ്പൊ നിങ്ങൾ ജട കളഞ്ഞതിന് ശേഷം മാത്രമേ ഷാമ്പു യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ഷാമ്പുവും കണ്ടീഷണറും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ റിസൾട്ട് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഷാമ്പു ഒന്നിന്റെയും കണ്ടീഷണർ വേറെന്റെയും അങ്ങനെ യൂസ് ചെയ്ത് രണ്ടും ഒരേ കമ്പനീന്റെ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ ശരിക്കായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഈ ഷാമ്പൂവില് 4% ഓഫ് റിപ്പയർ കോൺസെൻട്രേറ്റ് വിത്ത് കെരാറ്റിൻ എക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയറിലേക്ക് പെനെട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ഹെയർ നല്ല ഷൈനും തിക്കും സ്മൂത്തും ആക്കി മാറ്റുന്നുണ്ട് എന്ന് പറയുന്നത്. അത് നല്ലൊരു പ്ലസ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഏകദേശം ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനെ കുറിച്ച് ഒരുപാട് ഏകദേശമൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പം ഒന്നും ഉൾക്കൊള്ളിക്കാനില്ല. എനിക്ക് നല്ല റിസൾട്ട് തോന്നിട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സൂട്ടബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പറയില്ല. ആഴ്ചയിൽ 3 ദിവസം. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എന്റെ ഹെയർ നല്ല മാനേജബിൾ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കണ്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഓരോരോ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മൾ എന്തായാലും ഒരു ന്യൂ ഇയർ വ്ളോഗ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും